സിറ്റി ഡയഗ്നോസ്റ്റിക് സെന്റർ ഹോസ്പിറ്റൽ ജംഗ്ഷൻ പുനലൂർ. ഗുണനിലവാരമുള്ള കൃത്യവും വ്യക്തവുമായ റിപ്പോർട്ടുകൾ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. ഫോൺ 0475227255. മൺകട്ട കെട്ടിയ ഒറ്റമുറി വീട്, അതും തുണി കൊണ്ടും പ്ലാസ്റ്റിക് കൊണ്ടും മറച്ചത്. കാർഡ് APL വിഭാഗത്തിൽപ്പെട്ടത്. വൈദ്യുതി പോലുമില്ലാതെ മാനസിക വൈകല്യമുള്ള മകനുമായി താമസിച്ചു വന്ന അസുഖബാധിതയായ കമലമ്മയുടെ ദുസ്ഥിതി നാട്ടുവാർത്തയാണ് പുറം ലോകത്തെത്തിച്ചത്. നാട്ടുവാർത്ത ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ ഇവരെ ആശുപത്രിയിലെത്തിച്ചു. റേഷൻ കാർഡ് BPL വിഭാഗത്തിലാക്കാനുള്ള നടപടിയും സ്വീകരിച്ചു. ഇപ്പോഴിതാ ഈ നിർധന വയോധികയ്ക്ക് വൈദ്യുതിയുമായി കുളത്തൂപ്പുഴ KSEB ജീവനക്കാരും എത്തി. സൗജന്യമായി വയറിംഗ് ചെയ്തു. കമലമ്മയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വൈദ്യുതി എത്തിക്കുകയായിരുന്നു കുളത്തൂപ്പുഴ KSEBയിലെ ജീവനക്കാർ. എല്ലാത്തിനും നേതൃത്വം നൽകി അസിസ്റ്റന്റ് എഞ്ചിനീയർ വിശാഖ് വിജയനും ഓവർസിയർ ഗോപകുമാർ എന്നിവരും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരുപാട് കേസുകളിൽ നമ്മൾ ഈ BPL കുടുംബങ്ങൾക്കായാലും അല്ലാതെയൊക്കെ നമ്മുടെ ജീവനക്കാരുടെ എല്ലാവരുടെയും പങ്കാളിത്തോടു കൂടി വയറിങ് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒരു പോയിന്റ് വെച്ചുകൊണ്ട് കണക്ഷൻ കൊടുക്കുന്ന പരിപാടി നമ്മൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ട മിക്കവാറുമുള്ള കേസുകളിലെല്ലാം നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവസാനം നമ്മുടെ കേസിൽ വന്നതാണ് ഈ കമലമ്മ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കേസ്. അപ്പം ഞങ്ങളുടെ ജീവനക്കാരെല്ലാവരുമായിട്ട് ആലോചിച്ചു. അതിൻ്റെ സന്നദ്ധരായിട്ടുള്ള നമ്മളെല്ലാ ജീവനക്കാരും അതിനകത്ത് നല്ലൊരു അഭിപ്രായം അറിയിക്കുകയും ഇത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം എന്നറിയുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മളിതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളിവിടെ തന്നെ ഒരു പോയിൻ്റ് വയർ ചെയ്ത് അതിൻ്റെ എല്ലാ ചിലവുകളും വഹിച്ചുകൊണ്ട് നമ്മൾ കണക്ഷൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സഹായം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് മുമ്പ് മെമ്പർ പറഞ്ഞ പോലെ ഇനി ഇതിനകത്ത് വേണ്ട എന്തെങ്കിലും സഹായങ്ങൾ, ഇപ്പം വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഉള്ള സഹായങ്ങൾ, നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും KSEB ബോർഡ് വാഗ്ദാനം ചെയ്യുകയാണ് എന്നീ അവസരം. വാർഡംഗം കൂടിയായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നദീറ സൈഫുദ്ദീൻ കമലമ്മയുടെ വിവരം നാട്ടുവാർത്തയെ അറിയിക്കുകയും തുടക്കം മുതൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും നാട്ടുകാർക്കൊപ്പം നിന്ന പൊതുപ്രവർത്തക ആരിഫയടക്കം നിരവധി ആളുകൾ സന്തോഷ നിമിഷത്തിൽ പങ്കാളികളായി. കമലമ്മയ്ക്ക് വീട് വെച്ച് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നദീറ സൈഫുദ്ദീൻ പറഞ്ഞു. എഞ്ചിനീയറും മറ്റുള്ള സ്റ്റാഫുകളുടെയും ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിവിടെ ഒരു ലൈറ്റ് പ്രകാശിപ്പിക്കാൻ പറ്റിയത്. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. KSEBക്കും KSEBയുടെ എല്ലാ സ്റ്റാഫുകൾക്കും എൻ്റെ പേരിലും എൻ്റെ വാർഡിൻ്റെ പേരിലും എൻ്റെ ADSൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഒരു കുഞ്ഞൊരു വീടും കൂടെ അവർക്ക് നൽകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾ ഓരോ ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്താനുള്ള ഒരു പ്രയത്നത്തിലാണ് ഞങ്ങൾ എല്ലാവരും. മധുരം വിതരണം ചെയ്താണ് നാട്ടുകാർ കമലമ്മയ്ക്ക് വൈദ്യുതി കിട്ടിയത് ആഘോഷിച്ചത്. വാർഡ് മെമ്പറും ADSൻ്റെ സെക്രട്ടറി ഞങ്ങളടക്കം എല്ലാവരും ആശാവർക്കർ അടക്കം വന്ന് ആ ഒരു രീതിയിലാണ് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഞങ്ങൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളതും നാട്ടുകാരുടെ സഹായം ഞങ്ങൾ പിരിവെടുത്ത് അവരെ കൊണ്ടുപോവുകയും തിരിച്ച് അവരെ കൊണ്ടുവരികയും ചെയ്ത്. അപ്പം എനിക്കും മെമ്പറിൻ്റെ അടുത്ത് ഞാൻ ഒരു സങ്കടം പറഞ്ഞത്, എനിക്ക് ഒരു വെട്ടമെങ്കിലും ഒരു പോയിൻ്റെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കണം മെമ്പറെ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനോടൊപ്പം മെമ്പർ നമുക്കൊപ്പം എല്ലാ കാര്യത്തിനും മുന്നിൽ നിന്നു. അതുപോലെ തന്നെ നല്ല ഒരു KSEB ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യം ഇങ്ങനെ ഒരു BPL കാർഡുകാർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇതിൻ്റെ അധികാരപ്പെട്ടവരെ വിളിച്ചൊന്ന് ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഗോപൻ സാറുമായിട്ട് സംസാരിച്ച് ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ഈ ഒരു അമ്മയ്ക്ക്, അവരുടെ ഒരു അമ്മയ്ക്ക് ഒരു വെട്ടം കൊടുത്തതിന് അവരോട് എല്ലാവരും KSEBയോട് 1000 നന്ദി അറിയിക്കുന്നു. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.